ഗോതമ്പ് ചെടികളോടൊപ്പം കളകളും വളരാനിടയുണ്ടെന്ന് യേശുനാഥൻ പറഞ്ഞു വെച്ചത് വെറുതെയല്ല. പക്ഷേ കളകളുടെ അന്ത്യം അതിദാരുണമായിരിക്കുമെന്ന മുന്നറിയിപ്പുമുണ്ട്. നല്ല മനുഷ്യന് അധിവസിക്കുന്ന ഭൂമിയാണിത്. അതിനിടയിൽ ചില വിഷമനുഷ്യരും കണ്ടെന്നിരിക്കും. വിഷമനുഷ്യരോ? അങ്ങനെയുണ്ടോ മനുഷ്യർ? ഉണ്ടെന്ന് പറയേണ്ടി വരും. ഓർക്കുക, ഓരോ പറുദീസയിലും ഒരു സർപ്പം ഇഴയുന്നുണ്ട്. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ലഹരിയെക്കുറിച്ചുള്ള വസ്തുതകൾ പങ്കിടുക, ജീവൻ രക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന വിഷസർപ്പത്തിനെതിരെ ലോകത്തെ ഉണർത്തുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. എന്താണ് ലഹരി? ഒരു മനുഷ്യന്റെ ശാരീരിക മാനസിക പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന രാസവസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ലഹരി. ഇത് മാനവ സംസ്കൃതിയെയും മാനസിക ആരോഗ്യത്തെയും പ്രതിസന്ധിയിൽ ആഴ്ത്തുന്നു എന്നത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മഹാത്മാഗാന്ധി പറയുന്നു, എല്ലാ തിന്മകളുടെയും പെറ്റമ്മയും പോറ്റമ്മയും മദ്യപാനവും ലഹരി വസ്തുക്കളുടെ ഉപയോഗവുമാണെന്ന്. അതോടൊപ്പം ഒരിക്കൽ ഗാന്ധിജി പറഞ്ഞു, ആളിക്കത്തുന്ന അഗ്നികുണ്ഡത്തിലേക്ക് ഒരു കുഞ്ഞ് ഇഴഞ്ഞു നീങ്ങിയാൽ, തീയുടെ അടുത്തെത്തിയാൽ നിങ്ങൾ ആരെങ്കിലും കയ്യും കെട്ടി നോക്കി നിൽക്കുമോ? അതോ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുമോ? ഇതാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരോട് നാം സ്വീകരിക്കേണ്ട നിലപാട്. ആധുനിക സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു വിപത്തായി മാറിയിരിക്കുന്നു ഇന്ന് ലഹരി വസ്തുക്കൾ. സമൂഹത്തിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വെളിച്ചത്തിനു നേർക്ക് ഇയാൻ പാറ്റകൾ വന്നെത്തുന്നതുപോലെ ലഹരിക്കുരുക്കിലേക്ക് പറന്നെത്തുന്ന യൗവനങ്ങൾ. സ്വപ്നങ്ങൾക്ക് മീതെ ലഹരി ആധിപത്യം നേടുമ്പോൾ നനവാർന്ന ഓർമ്മകളുമായി ഒരമ്മയുടെയും പ്രതീക്ഷകളുടെ മുൾമുനയിൽ കത്തിയെരിയുന്ന ഒരച്ഛന്റെയും മുഖം ഇവർ മറക്കുന്നു. കൂട്ടുകാരുടെ നിർബന്ധത്തിന് അല്ലെങ്കിൽ ഒരു കൗതുകത്തിന് തുടങ്ങി ലഹരിയുടെ നിരാളിക്കരങ്ങളാൽ ഇരുട്ടിലായ അനവധി വ്യക്തിത്വങ്ങൾ ഇന്ന് നമുക്ക് മുന്നിലുണ്ട്. കുടുംബത്തിന്റെ സമാധാനത്തെയും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെയും അവരുടെ മാനസിക ആരോഗ്യത്തെയും തകരാറിലാക്കുന്ന ലഹരി ഉപയോഗം ഇന്ന് സമൂഹത്തിന് ഒരു ഭീഷണിയാണ്. ഇന്ന് ലഹരി പൂക്കുന്ന കാലമാണ്. സ്കൂളുകളിലും കോളേജുകളിലും ക്യാമ്പസുകളിലും പലതരത്തിലുള്ള ലഹരികൾ പൂക്കുന്ന കാലം. ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്ന 2024 ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഈ തീം നമുക്ക് നൽകുമ്പോൾ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുവാനുള്ള പ്രിവെൻഷൻ മെത്തേഡുകൾ? ജീവിതമാണ് ലഹരി എന്ന മുദ്രാവാക്യം നമുക്ക് ഏറ്റെടുക്കാം. എന്താണ് ലക്ഷ്യം നേടേണ്ട വിജയഗാഥകൾ? മാന്യമായ ജീവിതശൈലി, വിദ്യാഭ്യാസം, കല, കായികം, അതിലുപരി സമാധാനപൂർണമായ കുടുംബജീവിതം എന്ന ലഹരി. അതെ, ജീവിതത്തെ തന്നെ ലഹരിയായി കാണുന്നവർക്ക് ജീവിത വിജയം നേടാനും പരമാവധി ജീവിതത്തിൽ സന്തോഷം നേടിയെടുക്കുവാനും സാധിക്കും. ആരെങ്കിലും ജീവിതത്തിൽ ലഹരിക്ക് അടിമയായവരാണോ? ലഹരി മൂലം കുടുംബജീവിതം പരാജയപ്പെട്ടവരാണോ നിങ്ങൾ? നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ ധാരാളം അവസരങ്ങളുണ്ട്. ഇപ്രകാരം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ധാരാളം വ്യക്തികൾ നമുക്കിടയിൽ ഉണ്ട്. അവരാണ് ഇന്നത്തെ ഹൈലൈറ്റ്. മയക്കുമരുന്നിൽ മരുന്നില്ല. മയക്കുമരുന്നെന്നാൽ മരണത്തിന്റെ മണമാണ്. അതിനാൽ മതിയാവാത്ത ഈ ലോകത്ത് മതിവരുവോളം ജീവിക്കുവാൻ മതിയാക്കണം ഈ ലഹരികൾ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല സമാധാനപൂർണമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.